നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അമ്മയിൽ കൂട്ടയടി കൂട്ടരാജി കഴിഞ്ഞ ദിവസം നടന്നത് നാടകീയമായ സംഭവ വികാസങ്ങൾ. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പുരുഷ താരങ്ങൾ രാജിവെച്ച് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഏറെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അൻസിബയുടെ പരാതിയോടെ കാര്യങ്ങളെല്ലാം മറ്റൊരു വഴിക്കായി. അവസാനം ശ്വേതാ മേനോൻ രാജിവെച്ചു. താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിറങ്ങിയതിന് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ നടന്ന നീക്കങ്ങളെക്കുറിച്ച് തുറന്നടിച്ച ശ്വേതാ മേനോൻ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല പ്രാഥമിക അംഗത്വവും താൻ രാജിവെക്കുകയാണെന്ന് ശ്വേത വ്യക്തമാക്കി. താനടക്കം 17 അംഗ ഭരണസമിതിയും ഒന്നടങ്കം രാജിവെച്ചതായി വ്യക്തമാക്കിയ അവർ വലിയ ഗൂഢാലോചനയിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയിലൂടെയുമാണ് തങ്ങളെ പുറത്താക്കാൻ ചിലർ ശ്രമിച്ചതെന്നും തുറന്നടിച്ചു. കുറ്റാരോപിതരായ ചില ആളുകളുടെ കയ്യിലേക്ക് സംഘടനയെ വീണ്ടും എത്തിക്കാനുള്ള നീക്കമാണ് ജനറൽ ബോഡിയിൽ നടന്നത്. ഒരു അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്ന് തങ്ങളെ വേട്ടയാടാൻ നോക്കിയെന്നും പാവയായിരുന്നാൽ മാത്രമേ സംഘടനയിൽ ഭരിക്കാൻ പറ്റൂ എന്ന നില വന്നതിനാലാണ് വ്യക്തിത്വം പണയം വയ്ക്കാതെ പടിയിറങ്ങുന്നതെന്നും ശ്വേതാ മേനോൻ തുറന്നടിച്ചു. ഭരണസമിതിയിലെ ട്രഷറർ ഉണ്ണി ശിവപാൽ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് മുങ്ങിപ്പോയതാണ് നിലവിലെ പ്രതിസന്ധികൾക്കെല്ലാം കാരണമെന്നും ശ്വേതയുടെ വെളിപ്പെടുത്തൽ. മെയിലോ മറ്റു വിവരങ്ങളോ നൽകാതെ മെയ് 1-നാണ് അദ്ദേഹം ഓടിപ്പോയത്. മുൻ കമ്മിറ്റിയിലെ ബാബുരാജ് ചെയ്ത പല കാര്യങ്ങളും വലിയ കുഴപ്പങ്ങളുണ്ടെന്നും ഇതുവരെ സംഘടനയുടെ അന്തസ്സോർത്ത് പുറത്തു പറയാതിരുന്ന അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ മാധ്യമങ്ങൾ മുന്നിൽ തുറന്നു പറയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അമ്മ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല അംഗത്വം അടക്കം രാജിവെച്ചു. ഞാനും എൻ്റെ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരിക്കുകയാണ്. ഭരണസമിതിക്കെതിരെ അജണ്ട വെച്ചുള്ള നീക്കം നടന്നു. അജണ്ട വെച്ചുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. വലിയ ഗൂഢാലോചനകളാണ് നടന്നത്. അജണ്ട വെച്ച് തങ്ങളെ പുറത്താക്കാൻ നോക്കി. തനിക്കൊരു വ്യക്തിത്വമുണ്ട്, പറയാനുള്ള തുറന്നു പറയും. തങ്ങളുടെ സമിതിയിലെ ട്രഷറർ ഉണ്ണി ശിവപാൽ മുങ്ങിയതാണ് പ്രശ്നങ്ങളുടെ കാരണം. മെയ് 1-ന് അദ്ദേഹം എവിടേക്കോ പോയി. ഒരു മെയിലോ ആരെയോ അറിയിക്കുകയോ ചെയ്യാതെ പുള്ളി ഓടിപ്പോയി. കഴിഞ്ഞ കമ്മിറ്റിയിലെ ബാബുരാജ് ചേട്ടൻ ചെയ്ത കാര്യങ്ങളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്നുവരെ പുറത്തു പറയാത്തത് അമ്മ ഭാരവാഹിയും അംഗവുമായതിനാലാണ്. എന്നാൽ ഇനി എല്ലാം തുറന്നു പറയാം. വൈകാതെ തന്നെ അത് ചെയ്യും. ഗൂഢാലോചന കെണി കാരണമാണ് രാജിവെച്ചത്. വനിതാ നേതൃത്വത്തിന്റെ പ്രശ്നമല്ല, പാവകളായാലേ സംഘടന ഓടിക്കാൻ പറ്റുമെന്ന സാഹചര്യം ഉണ്ടാക്കി. എനിക്ക് അങ്ങനെ പാവയാകാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ രാജിവെച്ച് പടിയിറങ്ങുന്നു. അതേസമയം താരസംഘടന അമ്മയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. വാർഷിക ബോഡിയിലെ തർക്കത്തിന് പിന്നാലെ അമ്മയുടെ ഭരണസമിതി രാജിവെക്കുകയായിരുന്നു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തുടങ്ങിയ എല്ലാ അംഗങ്ങളും രാജിവെച്ചു. തുടർന്ന് അമ്മയിൽ വീണ്ടും ഹഡ്കോക്ക് കമ്മിറ്റി രൂപീകരിക്കും. പുതിയ കമ്മിറ്റിയെ ഉടൻ തീരുമാനിക്കും. ഇന്നലെ രാവിലെ തുടങ്ങിയ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും പാസ്സാക്കുന്നതിനെ ചൊല്ലി വൻ തർക്കവും നാടകീയ രംഗങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. തർക്കം രൂക്ഷമായതോടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോൻ വൈകാരികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. യോഗത്തിനിടെ സ്റ്റേജിൽ കയറിയാണ് ശ്വേത രാജി പ്രഖ്യാപിച്ചത്. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയവും ഇല്ലെന്നും ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും കടുത്ത അമർഷത്തോടെ അവർ വെളിപ്പെടുത്തി. തുടർന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ ശ്വേതയെ നടൻ ബാബുരാജിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് അനുനയിപ്പിക്കാനും തിരികെ വിളിക്കാനും ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ആരോപിച്ച് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർ അടങ്ങുന്ന പ്രമുഖർ റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ രംഗത്തെത്തി. കണക്കുകളിൽ പിഴവുകളുള്ള റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രഞ്ജി പണിക്കരും വ്യക്തമാക്കിയതോടെയാണ് യോഗം കലുഷിതമായത്. തുടർന്ന് വിഷയം പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടിരുന്നു. തർക്കത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷവും റിപ്പോർട്ട് പാസാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ശ്വേതയുടെ രാജി. മലയാള സിനിമാ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് താരസംഘടനയായ അമ്മയിൽ കനത്ത പൊട്ടിത്തെറി. ഇതോടെ കൂട്ടരാജി പുറത്തിറങ്ങി. അഭിപ്രായ പ്രകടനങ്ങളിലും ആ ഒരു അമർഷമൊക്കെ വ്യക്തമായിരുന്നു. ഇന്നലെ രാവിലെ യോഗം തുടങ്ങിയത് മുതൽ തന്നെ ഭരണസമിതിയെ പുകച്ചു പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കാൻ പ്രതിപക്ഷ വിഭാഗം സമ്മതിച്ചില്ല. തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ 45 ദിവസത്തെ സമയം ശ്വേത ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ വഴങ്ങിയില്ല. ഒടുവിൽ അവിശ്വാസ പ്രമേയം പാസാക്കി. നാണം കെടുത്തുന്നതിന് മുൻപ് തന്നെ ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും അടങ്ങുന്ന സമിതി കൂട്ടത്തോടെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ വന്ന വനിതാ ഭരണസമിതിയെ പൂർണ്ണമായും തനിച്ചാക്കി കുറ്റാരോപിതർക്ക് ഭരണം തിരിച്ചുപിടിക്കാനുള്ള വഴി ഒരുക്കിക്കൊണ്ടാണ് അമ്മയിൽ ഇന്ന് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രസിഡന്റിന്റെ കൂട്ടരാജിയും അംഗത്വ ഉപേക്ഷിക്കലും വഴി താരസംഘടന ഇനി എങ്ങോട്ടെന്ന ചോദ്യം സിനിമാ ലോകത്ത് ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.